അപ്പോൾ കുറച്ചായിട്ട് മീഷോയിൽ വിഷ് ലിസ്റ്റിലിട്ട് വെച്ച ഒരു പ്രൊഡക്റ്റ് ആയിരുന്നത് എന്താണെന്നല്ല, ഒരു ജേണൽ കിറ്റാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് മീഷോ എന്നാണ്. 360 റുപ്പീസിനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജേണൽ കിറ്റിന് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയി വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിലൊരു ബുക്ക് വരുന്നുണ്ട്. ആ ബുക്കിൻ്റെ കൂടെ തന്നെ അതിനൊരു കവറും ഉണ്ട്. അതുപോലെ പോക്കറ്റ് കാർഡ്സും കുറേ ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതേപോലെ വാഷി ടേപ്സ് 2 വാഷി ടേപ്സിൻ്റെ സ്റ്റിക്കേഴ്സ്, അതേപോലെ മെമോ കാർഡ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരും. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സാണ് വരുന്നുണ്ടായിരുന്നത്. അതിലൊരു സ്റ്റാമ്പ് പോലുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കുറച്ചൊരു പാക്കറ്റിൽ. അതൊക്കെ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് നല്ല കംഫർട്ട്, നല്ല ക്യൂട്ട് ഐറ്റംസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ്, നമുക്ക് ജേണലിലൊക്കെ നല്ല എസ്തറ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഫ്രെയിംസും ഉണ്ടായിരുന്നു. പിന്നെ കുറേ പോളറോയിഡ് സൈസുള്ള കുറേ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടായിരുന്നു. അത് അതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് ആയിരുന്നു. പിന്നെ കുറേ പാറ്റേൺ പേപ്പേഴ്സ് കുറേ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ജേണലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, സ്കൈ, മൂണ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ ടൈപ്സ് ഓഫ് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.